ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാമത്തെ അധ്യായം. ഇതിൽ മഹാവിഷ്ണു ആ പൃഥുവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹത്തെ കൊടുക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങളാണ്. ആദ്യത്തെ ശ്ലോകം മൈത്രേയ ഉവാച. ഭഗവാനപി വൈകുണ്ഠ സാകം മഖവദാ വിഭു യജ്ഞേർയജ്ഞപതിസ്തുഷ്ടോ യജ്ഞഭുക്തമം അഭാഷത. ഭഗവാനപി വൈകുണ്ഠ സാകം മഖവദാ വിഭു യജ്ഞേർയജ്ഞപതിസ്തുഷ്ടോ യജ്ഞഭുക്തമഭാഷത. ഭഗവാനും അപി വൈകുണ്ഠ, ഭഗവാനായിരിക്കുന്ന ആ വൈകുണ്ഠൻ മഹാവിഷ്ണു, സാകം മഖവദ, മഖവദാസാകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രസഹിതനുമായി വന്നിട്ട് വിഭു, ആ വിഭുവും യജ്ഞപതിയും, യജ്ഞങ്ങൾക്ക് പതി നാഥൻ ആയിരിക്കുന്ന ആൾ, യജ്ഞഭുക് യജ്ഞഭോക്താവും ആയിരിക്കുന്ന ആ മഹാവിഷ്ണുവും യജ്ഞേഹി, ആ യജ്ഞകർമ്മങ്ങളാൽ തുഷ്ട, സന്തുഷ്ടനായിട്ട്, മഖവദാസാകം ഇന്ദ്രസഹിതനായിട്ട് തം അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഭഗവാനും വിഭുവും യജ്ഞഭുക് യജ്ഞഭോക്താവും യജ്ഞപതിയുമായ വൈകുണ്ഠ അപി, ആ ശ്രീ മഹാവിഷ്ണുവാകട്ടെ, യജ്ഞേഹി യജ്ഞകർമ്മങ്ങളാൽ തുഷ്ട സന്തുഷ്ടനും, മഖവദാസാകം ഇന്ദ്രസഹിതനുമായിട്ട് തം അദ്ദേഹത്തോട് അഭാഷത പറഞ്ഞു. അതുകൊണ്ട് പറയാം. ഭഗവാനും വിഭുവും യജ്ഞഭുക് യജ്ഞഭോക്താവും യജ്ഞപതിയുമായ വൈകുണ്ഠ അപി, ശ്രീ മഹാവിഷ്ണുവാകട്ടെ, യജ്ഞേഹി ആ യജ്ഞകർമ്മങ്ങളാൽ തുഷ്ട സന്തുഷ്ടനും, മഖവദാസാകം ഇന്ദ്രസഹിതനുമായിട്ട് തം അദ്ദേഹത്തോട് അഭാഷത പറഞ്ഞു. ഭഗവാൻ വിഭു യജ്ഞഭുക് യജ്ഞപതി വൈകുണ്ഠ അപി യജ്ഞേഹി തുഷ്ട മഖവദാസാകം തം അഭാഷത. ഭഗവാൻ വിഭു യജ്ഞഭുക് യജ്ഞപതി വൈകുണ്ഠ അപി യജ്ഞേഹി തുഷ്ട മഖവദാസാകം തം അഭാഷത. ഭഗവാനും വിഭുവും യജ്ഞഭോക്താവും യജ്ഞപതിയും ആയിരിക്കുന്ന ആ ശ്രീ മഹാവിഷ്ണുവാകട്ടെ, യജ്ഞകർമ്മങ്ങളാൽ സന്തുഷ്ടനും ഇന്ദ്രസഹിതനുമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഭഗവാനും വൈകുണ്ഠനാഥനും യജ്ഞങ്ങളുടെ അധിപനും യജ്ഞഭാഗത്തെ അനുഭവിച്ചവനുമായിരിക്കുന്ന മഹാവിഷ്ണു ഇന്ദ്രസഹിതനായിട്ട് അവിടെ എഴുന്നള്ളി പൃഥു നടത്തിയ യജ്ഞങ്ങളാൽ സന്തുഷ്ടനായിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാരാജാവ് ആ പൃഥുവിൻ്റെ യജ്ഞശാലയിൽ പൃഥു മഹാരാജാവിൻ്റെ യജ്ഞശാലയിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ പ്രാദുർഭാവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈത്രേയൻ പറയാണ്, അല്ലയോ വിതുര മഹാരാജാവേ, പൃഥുവിൻ്റെ ആ 99 യജ്ഞങ്ങളാൽ സംപ്രീതനായിരിക്കുന്ന യജ്ഞഭോക്താവും യജ്ഞേശ്വരനും ആയിരിക്കുന്ന ഭഗവാൻ വിഷ്ണു ഇന്ദ്രനുമൊപ്പം അവിടെ ആവിർഭാവം ചെയ്തു. അപ്പോൾ ഇതിൽ പറയുന്ന വിംശേതു, ആ 20-ാമത്തെ അധ്യായത്തിൽ വിഷ്ണുന സാക്ഷാൽ പൃഥോർ യജ്ഞേനുശാസനം, ആ സാക്ഷാൽ വിഷ്ണുവിനാൽ ആ പൃഥുവിൻ്റെ യജ്ഞത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങൾ, അനുശാസനം, വരദാന പ്രസംഗം, അദ്ദേഹത്തിന് ചെയ്ത വരദാനത്തിൻ്റെ പ്രസംഗം, രണ്ടുപേരും പ്രീതിശ്ചാന്യോന്യമീരെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീതിയോട് കൂടിയിട്ട് അവർ ചെയ്തിട്ടുള്ള വരദാന പ്രസംഗം, ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. വിംശേതു വിഷ്ണുന സാക്ഷാൽ പൃഥോർ യജ്ഞേനുശാസനം വരദാന പ്രസംഗേന പ്രീതിശ്ചാന്യോന്യം ഈര്യതേ. അപ്പോൾ യജ്ഞാവസാനത്തിങ്കൽ ആ സാക്ഷാൽ മഹാവിഷ്ണു ആ പൃഥുവിന് നൽകുന്ന ഉപദേശങ്ങളും വരദാന പ്രസ്താവത്തിലൂടെയുള്ള അന്യോന്യ പ്രീതി എന്നിവയെ ആണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ദ്രനോടുകൂടെ സ്ഥിതി ചെയ്യണവനും സർവസമർത്ഥനും സർവൈശ്വര്യാദി ഗുണസമ്പന്നനും യജ്ഞാവിർഭോക്താവും യജ്ഞപാലകനുമായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവും യജ്ഞകർമ്മങ്ങളാൽ സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു.
അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം ശ്രീഭഗവാനുവാച ഏഷതേ അകാരഷീദ്ഭംഗം ഹയമേധശതസ്യഃ ക്ഷമാപയത ആത്മാനം അമുഷ്യച്ഛന്തുമർഹസി. ഏഷതേ അകാരഷീദ്ഭംഗം ഹയമേധശതസ്യഃ ക്ഷമാപയത ആത്മാനം അമുഷ്യച്ഛന്തുമർഹസി. ആത്മാനമമുഷ്യച്ഛന്തുമർഹസി. ഏഷ ഇദ്ദേഹം, തേ അങ്ങയുടെ, അകാരഷീത് ഭംഗം അങ്ങയുടെ, ഹയമേധശതസ്യ 100ാമത്തെ അശ്വമേധത്തിന് ഭംഗം മുടക്കം അകാരഷീത് ചെയ്തുവല്ലോ, അകാരഷീത് ചെയ്തുവല്ലോ. എന്നിരിക്കലും ആത്മാനം തന്നോട് ക്ഷമാപണം ചെയ്യണ, ക്ഷമാപയത ആത്മാനം അമുഷ്യച്ഛന്തുമർഹസി. തന്നോട് ക്ഷമാപണം ചെയ്യുന്ന ഇദ്ദേഹത്തോട് ക്ഷമിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. അതിലത്തെ പദങ്ങൾ നോക്കാം. ഏഷ ഇദ്ദേഹം, തേ അങ്ങയുടെ, ഹയമേധശതസ്യ 100ാമത്തെ അശ്വമേധത്തിന് ഭംഗം മുടക്കം അകാരഷീത് ചെയ്തുവല്ലോ. ആത്മാനം എന്നിരിക്കലും തന്നോട് ക്ഷമാപയത ക്ഷമാപണം ചെയ്യുന്ന അമുഷ്യ ഇദ്ദേഹത്തോട് ക്ഷന്തും ക്ഷമിക്കുവാൻ അർഹസി അങ്ങ് അർഹിക്കുന്നു. എന്നുകൂടി പറയാം. ഏഷ ഇദ്ദേഹം, തേ അങ്ങയുടെ, ഹയമേധശതസ്യ 100ാമത്തെ അശ്വമേധത്തിന് ഭംഗം മുടക്കം അകാരഷീത് ചെയ്തുവല്ലോ. ആത്മാനം എന്നിരിക്കലും തന്നോട് ക്ഷമാപയത ക്ഷമാപണം ചെയ്യുന്ന അമുഷ്യ ഇദ്ദേഹത്തോട് ക്ഷന്തും ക്ഷമിക്കുവാൻ അർഹസി അങ്ങ് അർഹിക്കുന്നു. ഇതിൽ തന്വയം വന്നിട്ട് ഏഷ തേ ഹയമേധശതസ്യ ഭംഗം അകാരഷീത് ആത്മാനം ക്ഷമാപയത അമുഷ്യ ക്ഷന്തും അർഹസി. ഏഷ തേ ഹയമേധശതസ്യ ഭംഗം അകാരഷീത് ആത്മാനം ക്ഷമാപയത അമുഷ്യ ക്ഷന്തും അർഹസി. ഇദ്ദേഹം അങ്ങയുടെ 100ാമത്തെ അശ്വമേധത്തിൻ്റെ മുടക്കം ചെയ്തുവല്ലോ. എന്നിരിക്കലും തന്നോട് ക്ഷമാപണം ചെയ്യുന്ന ഇദ്ദേഹത്തോട് ക്ഷമിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. ഇദ്ദേഹം അങ്ങയുടെ 100ാമത്തെ അശ്വമേധത്തിന് മുടക്കം ചെയ്തുവല്ലോ. എന്നിരിക്കലും തന്നോട് ക്ഷമാപണം ചെയ്യുന്ന ഇദ്ദേഹത്തോട് ക്ഷമിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. ഈ ഇന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ അശ്വമേധത്തിന് വിഘ്നം വരുത്തിയ ആളാണല്ലോ. കഷ്ടമായി. എങ്കിലും ആ ക്ഷമാപണം ചെയ്യുന്ന അദ്ദേഹത്തോട് അങ്ങ് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, രാജൻ, ഇന്ദ്രൻ അങ്ങയുടെ 100 അശ്വമേധങ്ങൾ പൂർണ്ണമാക്കുന്നതിൽ വിഘ്നം ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്നിൽ നിന്നും ക്ഷമ ആഗ്രഹിക്കുന്നു. നീ ഇവനിൽ ക്ഷമ ചെയ്യണം. ഇന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ അശ്വമേധയാഗത്തിന് മുടക്കം വരുത്തി വെച്ചു. കഷ്ടമായിപ്പോയി. എങ്കിലും തന്നോട് ആ ക്ഷമാപണം ചെയ്യുന്ന ഇയാളുടെ പേരിൽ ക്ഷമിക്കുവാൻ അങ്ങ് അർഹിക്കുന്നു. അതിലത്തെ വ്യാഖ്യാനം നോക്കാം. ഈ 2 ശ്ലോകത്തിലെ വ്യാഖ്യാനം വന്നിട്ട് വിംശേതു വിഷ്ണുനാ സാക്ഷാൽ പൃഥോർയജ്ഞേനു ശാസനം വരദാനപ്രസംഗേന പ്രീതിശ്ചാന്യോന്യമീര്യത എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച. ഭഗവാൻ വൈകുണ്ഠ, ഭഗവാനായിരിക്കുന്ന മഹാവിഷ്ണു, വൈകുണ്ഠൻ, മഹാവിഷ്ണു ഇന്ദ്രേണ സഹ ഇന്ദ്രനുമായിട്ട്, ഇന്ദ്രനോടുകൂടി, സഹതുഷ്ട സന്തോഷത്തോടുകൂടി വന്ന് പൃഥും ബഭാഷേ പൃഥുവിനോട് പറഞ്ഞു എന്ന്. മൈത്രേയ ഉവാച. ഭഗവാൻ വൈകുണ്ഠ, ഭഗവാനായിരിക്കണ വൈകുണ്ഠൻ, അതായത് മഹാവിഷ്ണു, ഇന്ദ്രേണ സഹ ഇന്ദ്രനോടുകൂടി വന്ന്, തുഷ്ട സന്തുഷ്ടനായിട്ട്, സൻ പൃഥും പ്രബഭാഷേ ആ പൃഥുവിനോട് പറഞ്ഞു. ഭഗവാൻ വൈകുണ്ഠ ഇന്ദ്രേണ സഹ തുഷ്ട സൻ പൃഥും ബഭാഷേ എന്ന് പറഞ്ഞിട്ട് ശ്രീ ഭഗവാൻ പറഞ്ഞു, ഏ രാജൻ, അല്ലയോ രാജാവേ, ഏഷ ഇന്ദ്രസ്തവ ആ ഇന്ദ്രൻ അങ്ങയുടെ യജ്ഞഭംഗം ചകാര തം യജ്ഞഭംഗത്തെ ചെയ്തു, തം ഛന്തുമർഹസി അങ്ങ് അദ്ദേഹത്തോട് ക്ഷമയെ അർഹിക്കുന്നു. ക്ഷമിക്കണം, അവിടുന്ന് അദ്ദേഹത്തിൽ ക്ഷമിക്കണം എന്നർത്ഥം. ഹേ രാജൻ, അല്ലയോ മഹാരാജാവേ, ഏഷ ഇന്ദ്രസ്തവ ആ ഇന്ദ്രൻ അങ്ങയുടെ യജ്ഞഭംഗം ചകാര യജ്ഞത്തിന് തടസ്സം ഉണ്ടാക്കി, തം അങ്ങ് ക്ഷന്തുമർഹസി അദ്ദേഹത്തോട്
ക്ഷമ അർഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ വൈകുണ്ഠ ഇന്ദ്രേണ സഹ തുഷ്ട സൻ പ്രഥമഭാഷേ ശ്രീഭഗവാനുവാച ഹേ രാജൻ ഏഷ ഇന്ദ്രസ്തവ യജ്ഞഭംഗം ചകാര തം ക്ഷന്തുമർഹസി. അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ സുധിയ സാധവോ ലോകേ നരദേവ നരോത്തമാഃ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേബരം. സുധിയ സാധവോ ലോകേ നരദേവ നരോത്തമാഃ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേബരം. പാലയോ മഹാരാജാവേ, സൽബുദ്ധികളും നല്ലവരും ആയിരിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിൽ ആ ജീവജാലങ്ങൾക്ക് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കുകയില്ല. കാരണം ഈ ശരീരം ആത്മാവല്ലല്ലോ എന്നുള്ളതാണ്. സുധിയ സാധവോ, സുധിയ എന്ന് പറഞ്ഞാൽ സൽബുദ്ധികളായിരിക്കുന്ന, സാധവോ നല്ലവരായിരിക്കുന്ന, ലോകേ ജനങ്ങൾ, നരോത്തമാഹ ജനങ്ങൾ, ലോകേ ഈ ലോകത്തിൽ, നരദേവ അല്ലയോ രാജൻ, നാഭിദ്രുഹ്യന്തി ആരെയും ദ്രോഹിക്കില്ല, ഭൂതേഭ്യോ ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളെ ഒരിക്കലും അഭിദ്രുഹ്യന്തി ദ്രോഹിക്കില്ല. ഇർഹിന കാരണം ഈ ശരീരം ഒരിക്കലും ആത്മാവല്ലല്ലോ അതാണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ നരദേവ അല്ലയോ രാജൻ, സുധിയ സൽബുദ്ധിയായുള്ള, സാധവ നല്ലവരായിരിക്കുന്ന, നരോത്തമ മനുഷ്യശ്രേഷ്ഠന്മാർ, ലോകേ ലോകത്തിൽ, ഭൂതേഭ്യ ജീവജാലങ്ങൾക്ക്, ന അഭിദ്രുഹ്യന്തി ദ്രോഹമേൽപ്പിക്കുകയില്ല. യർഹി കാരണം, കളേബരം ശരീരം, ആത്മാവല്ലല്ലോ. ഒന്നും കൂടി പറയാം. ഹേ നരദേവ അല്ലയോ രാജൻ, സുധിയ സൽബുദ്ധിയുള്ള, സാധവ നല്ലവരായിരിക്കുന്ന, നരോത്തമാഹ മനുഷ്യശ്രേഷ്ഠന്മാർ, ലോകേ ലോകത്തിൽ, ഭൂതേഭ്യ ജീവജാലങ്ങൾക്ക്, ന അഭിദ്രുഹ്യന്തി ദ്രോഹമേൽപ്പിക്കുകയില്ല. യർഹി കാരണം, കളേബരം അശരീരം, ആത്മാവല്ലല്ലോ. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ നരദേവ സുധിയ സാധവ നരോത്തമാഹ ലോകേ ഭൂതേഭ്യ ന അഭിദ്രുഹ്യന്തി യർഹി കളേബരം ആത്മാ എന്നുകൂടി പറയാം. ഹേ നരദേവ സുധിയ സാധവ നരോത്തമാഹ ലോകേ ഭൂതേഭ്യ ന അഭിദ്രുഹ്യന്തി യർഹി കളേബരം ആത്മാന. അല്ലയോ രാജൻ, അസദ്ബുദ്ധിയുള്ള നല്ലവരായിരിക്കുന്ന മനുഷ്യശ്രേഷ്ഠന്മാർ ലോകത്തിൽ ജീവജാലങ്ങൾക്ക് ഒരിക്കലും ദ്രോഹമേൽപ്പിക്കാത്തവരാണ്. കാരണം ഈ ശരീരം ആത്മാവല്ലല്ലോ. അപ്പോൾ അല്ലയോ മഹാരാജൻ, ആത്മാവ് ശരീരം അല്ലെന്നറിയാവുന്ന അസദ്ബുദ്ധിമാന്മാരായിട്ടുള്ളവരും ഉത്തമന്മാരുമായിരിക്കുന്ന സജ്ജനങ്ങൾ ആ ശരീരാദികളിൽ ഭ്രമമില്ലാത്തവരാകയാൽ ജീവജാലങ്ങളെ ഒരിക്കലും ദ്രോഹിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിന്നെപ്പോലെയുള്ളവർ അല്ലയോ നരദേവ രാജാവേ, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന മാനവർ സാധുക്കളും സദ്ബുദ്ധി സമ്പന്നന്മാരും ആവും. അവർ അന്യർക്ക് ദ്രോഹം ചെയ്യുന്നവരല്ല. കാരണം ഈ ശരീരം ആത്മാവല്ലല്ലോ. മഹാരാജാവേ, ലോകത്തിൽ വിവേകബുദ്ധിയുള്ളവരും നല്ലവരുമായിരിക്കുന്ന പുരുഷ ശ്രേഷ്ഠന്മാർ ദേഹികൾക്ക് ദ്രോഹമേൽപ്പിക്കുന്നവരല്ല. എന്തെന്നാൽ ഈ ശരീരം ആത്മാവല്ലല്ലോ. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമ്മൾക്ക്. വ്യാഖ്യാനത്തിൽ ലോകേ സാധവ അനാത്മനോ, ലോകത്തിൽ സജ്ജനങ്ങൾ അനാത്മനോ ദേഹസ്യാഭിമാനേന ഭൂതേഭ്യോ ജീവജാലങ്ങളെ ദേഹത്തിൻ്റെ അഭിമാനം കൊണ്ട് അത് അനാത്മാവായിരിക്കുന്ന ആ ഭൂതേഭ്യ ആത്മാവല്ലാത്ത ഭൂതങ്ങളെ ദേഹസ്യാഭിമാനേന ദേഹമുണ്ട് എന്നുള്ള അഭിമാനം കൊണ്ട് അവയെ ദ്രോഹിക്കില്ല. ന ദ്രുഹ്യന്തി ലോകേ സാധവ, ലോകത്തിലെ സാധുജനങ്ങൾ അനാത്മനോ ഭൂതേഭ്യോ അനാത്മാക്കളായിരിക്കുന്ന ആ ജീവജാലങ്ങൾ
അവയിൽ ദേഹസ്യാഭിമാനം വെച്ചിട്ട്, അവയിൽ ദേഹത്തിൻ്റെ അഭിമാനം വെച്ചിട്ട് ആ സദ്ബുദ്ധികളായിരിക്കുന്ന ജനങ്ങൾ അവയെ ദ്രുഹ്യന്തി, അവയെ ദ്രോഹിക്കുന്നില്ല എന്ന്. ലോകേ സാധവ അനാത്മനോ ദേഹസ്യാഭിമാനേന ഭൂതേഭ്യോ ദ്രുഹ്യന്തി. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. പുരുഷാ യതി മുഹ്യന്തി ത്വാദൃശാ ദേവമായ ശ്രമ ഏവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയാ. നാലാമത്തെ. പുരുഷാ യതി മുഹ്യന്തി ത്വാദൃശാ ദേവമായ ശ്രമ ഏവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയാ. അപ്പോൾ ത്വാദൃശ, അങ്ങേയെപ്പോലെ ഉള്ള പുരുഷന്മാർ, ജനങ്ങൾ, അങ്ങേയെപ്പോലുള്ള പുരുഷന്മാർ ഈ ഈശ്വരമായാൽ മോഹിക്കുന്നവരായിട്ട്, ഈശ്വര മോഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങേപ്പോലുള്ള നല്ല നല്ല ആൾക്കാർ പോലും ഈ ഈശ്വരമായ കൊണ്ട് മോഹിക്കുന്നു എങ്കിൽ വളരെ ദീർഘകാലത്തെ വൃദ്ധസേവ കൊണ്ട്, ഇല്ലെങ്കിൽ ജ്ഞാനികളെ സേവിക്കുന്നത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അത് വെറും ഒരു പരിശ്രമം മാത്രമായിട്ട് അവശേഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ശ്രമയേവ പരം ജാതവും, അത് വെറും പരിശ്രമമായിട്ട് അവശേഷിക്കുന്നു. ജാതോ ദീർഘയാ വൃദ്ധസേവ, ദീർഘമായിട്ടുള്ള വൃദ്ധസേവ കൊണ്ട്, ജ്ഞാനസേവ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്നർത്ഥം. പുരുഷാ യതി മുഹ്യന്തി ത്വാദൃശ ദേവമായ ശ്രമ ഏവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയ. ജ്ഞാനസേവ കൊണ്ട് കിട്ടേണ്ടതായിരിക്കുന്ന ആ ജ്ഞാനം അവിടെ ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ദേവമായയിൽ മോഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് ത്വാദൃശാഹ, അങ്ങേപോലെയുള്ള പുരുഷാഹ, ജനങ്ങൾ, ദേവമായ ഈശ്വരമായാൽ മുഹ്യന്തി യതി, മോഹിക്കുന്നു എങ്കിൽ, ദീർഘയാ അവരുടെ അദീർഘകാലത്തെ, വൃദ്ധസേവയാ വൃദ്ധസേവ, പരം ശ്രമ വെറും അധ്വാനം, ഏവ ജാത മാത്രമായി തീരുന്നു. എന്നിവിടെ പറയാം. ത്വാദൃശാഹ അങ്ങേപോലെയുള്ള പുരുഷാഹ, ജനങ്ങൾ, ദേവമായ ഈശ്വരമായാൽ മുഹ്യന്തി യതി മോഹിക്കുന്നു എങ്കിൽ, ദീർഘയാ അവരുടെ ദീർഘകാലത്തെ, വൃദ്ധസേവയാ വൃദ്ധസേവ, പരം ശ്രമ വെറും അധ്വാനം, ഏവ ജാത മാത്രമായി തീരുന്നു അർത്ഥം. അതിലത്തെ അന്വയം വന്നിട്ട് ദ്വാദൃശാ പുരുഷാ ദേവമായയാ മുഹ്യന്തി യതി ദീർഘയാ വൃദ്ധസേവയാ പരം ശ്രമ ഏവ ജാത. എന്നുകൂടി പറയാം. ത്വാദൃശാ പുരുഷാ ദേവമായയാ മുഹ്യന്തി യതി ദീർഘയാ വൃദ്ധസേവയാ പരം ശ്രമ ഏവ ജാത. അങ്ങേപോലെയുള്ള ജനങ്ങൾ ഈശ്വരമായയാൽ മോഹിക്കുന്നു എങ്കിൽ അവരുടെ ദീർഘകാലത്തെ വൃദ്ധസേവ വെറും അധ്വാനം മാത്രമായിട്ട് തീരണു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങയെപ്പോലുള്ള മഹാപുരുഷന്മാർ മായാമോഹിതരാവുകയാണെന്നുണ്ടെങ്കിൽ ചിരകാലമായിട്ട് ജ്ഞാനവൃദ്ധന്മാരെ സേവിച്ചതിൻ്റെ ഫലം ക്ലേശം മാത്രമാകുന്നു. അവർ സേവിച്ചു എന്നുള്ളതുകൊണ്ട് ആ സേവിച്ചതിൻ്റെ ക്ലേശം മാത്രമാണ് അവിടെ ഉണ്ടാവണമെന്നർത്ഥം. അപ്പോൾ നിന്നെപ്പോലെയുള്ളവർ പോലും എൻ്റെ ആ മായയാൽ മോഹിതരാകുന്നു എങ്കിൽ വളരെ കാലത്തെ ആ ജ്ഞാനികളുടെ സേവ പോലും വെറും പരിശ്രമം ആവുകയില്ലേ? അങ്ങയെപ്പോലുള്ളവരെ ഈ ഈശ്വരമായയാൽ മോഹിക്കുന്നുവെങ്കിൽ നീണ്ടകാലത്തെ ആ പണ്ഡിതോപാസന കൊണ്ട് കേവലം ആയാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അതിലത്തെ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ ത്വാദൃശ അങ്ങയെപ്പോലെയുള്ളവർ ദേവമായ യതി മുഹ്യന്തി, ദേവമായ കൊണ്ട് ഇപ്രകാരം മോഹിക്കുന്നു എങ്കിൽ, തർഹി അവർക്ക് ദീർഘകാലത്തിലുള്ള വൃദ്ധസേവയാ ശ്രമ ഏവ ജാത, വൃദ്ധസേവ കൊണ്ട് വെറും അധ്വാനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. ഒന്നുകൂടി പറയാം. ത്വാദൃശാഹ ദേവമായ യതി, അങ്ങയെപ്പോലുള്ളവർ ഈ മായ കൊണ്ട് യതി മുഹ്യന്തി ഇപ്രകാരം മോഹിക്കുന്നു എങ്കിൽ ദീർഘയാ വൃദ്ധസേവയാ തർഹി അവർക്ക് ദീർഘമായിരിക്കുന്ന വൃദ്ധസേവ കൊണ്ട് വെറും അധ്വാനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നർത്ഥം. ശ്രമയേവ ജാത. ത്വാദൃശാഹ ദേവമായ യതി മുഹ്യന്തി തർഹി ദീർഘയാ വൃദ്ധസേവയാ ശ്രമ ഏവ ജാത. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 5-ാമത്തെ ശ്ലോകം. അതഃ കായമിമം വിദ്വാൻ അവിദ്യാകാമകർമ്മഭി ആരബ്ധ ഇതി നൈവാസ്മിൻ
പ്രതിബുദ്ധോനുഷജ്ജത്തെ. അതഃ കായമിമം വിദ്വാൻ അവിദ്യാകാമകർമ്മഭിः ആരബ്ധ ഇതി നൈവാസ്മിൻ പ്രതിബുദ്ധോനുഷജ്ജത്തെ. അതുകൊണ്ട് അതഃ എന്നർത്ഥം. അതുകൊണ്ട് ഈ ശരീരത്തെ അവിദ്യാകാമ കർമ്മങ്ങൾ, അവിദ്യാകാമം കർമ്മം ഇവയുടെ ഫലമായിട്ടുള്ള ഇതിന് ആരംഭം അതുകൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന് ധരിച്ചിട്ട് ഇതി നൈവാസ്മിൻ ഇങ്ങനെ അറിയണ ജ്ഞാനി അസ്മിൻ ഈ കർമ്മത്തിൽ ന ഏവ അനുഷജ്ജത തീരെ അസക്തനാവുകയില്ല. അതിനാൽ ഈ ശരീരത്തെ അവിദ്യ കാമം കർമ്മം ഇവയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണെന്ന് അറിയുന്ന വിദ്വാനായിരിക്കുന്ന ജ്ഞാനി ഇതുപോലുള്ള ആ കർമ്മത്തിൽ ഒരിക്കലും അതൊക്കെ തീരെ ആസക്തി ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. അതഃ അതിനാൽ ഇമം കായം ഈ ശരീരത്തെ അവിദ്യാകാമകർമ്മഭി അവിദ്യാകാമം കർമ്മം ഇവയുടെ ഫലമായി ആരബ്ധ ഇതി ഉണ്ടായതാണെന്ന് വിദ്വാൻ അറിയുന്ന പ്രതിബുദ്ധ ജ്ഞാനി അസ്മിൻ ഈ കർമ്മത്തിൽ ന ഏവ അനുഷജ്ജത്തെ തീരെ ആസക്തനാവുകയേയില്ല. എന്നുകൂടി പറയാം. അതഃ അതിനാൽ ഇമം കായം ഈ ശരീരത്തെ അവിദ്യാകാമകർമ്മഭി അവിദ്യാകാമം കർമ്മം ഇവയുടെ ഫലമായി ആരബ്ധ ഇതി ഉണ്ടായതാണെന്ന് വിദ്വാൻ അറിയുന്ന പ്രതിബുദ്ധ ജ്ഞാനി അസ്മിൻ ഈ കർമ്മത്തിൽ ന ഏവ അനുഷജ്ജതേ തീരെ ആസക്തനാവുകയേയില്ല. അപ്പം അതിൽ തന്വയം അതഃ ഇമം കായം അവിദ്യാകാമകർമ്മഭി ആരബ്ധ ഇതി വിദ്വാൻ പ്രതിബുദ്ധ അസ്മിൻ ന ഏവ അനുഷജ്ജതേ. എന്നോട് പറയാം. അതഃ ഇമം കായം അവിദ്യാകാമകർമ്മഭി ആരബ്ധ ഇതി വിദ്വാൻ പ്രതിബുദ്ധ അസ്മിൻ ന ഏവ അനുഷജ്ജത്തെ. അതിനാൽ ഈ ശരീരത്തെ അവിദ്യാകാമം കർമ്മം ഇവയുടെ ഫലമായിട്ട് ഉണ്ടായതാണെന്ന് വിദ്വാൻ അറിയുന്നു. അങ്ങനെ ആ ജ്ഞാനി ഈ കർമ്മത്തിൽ തീരെ ആസക്തനാവുന്നില്ല. ഇവിടെ ജ്ഞാനിയായിരിക്കുന്ന പുരുഷന്മാർ ഈ ശരീരത്തെ അവിദ്യ വാസന അതുപോലെ ആ കർമ്മങ്ങളുടെ പ്രതിരൂപം എന്നൊക്കെ മാനിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ ആസക്തരാവുന്നില്ല. ഇപ്രകാരം ആർക്കാണോ ഈ ശരീരത്തിൽ ആസക്തിയില്ലാത്തത് അങ്ങനെയുള്ള വിവേകികളായിരിക്കുന്ന പുരുഷന്മാർക്ക് ഈ ശരീരത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനിയായിരിക്കുന്ന പുരുഷന്മാർ ഈ ശരീരത്തിലുള്ള ഈ കർമ്മങ്ങളിലൊന്നും അവർ ആസക്തരാവുന്നില്ല എന്നാണ്. ആകയാൽ ഈ ശരീരത്തിൻ്റെ ആ സ്വരൂപജ്ഞാനം തന്നിമിത്തമായിട്ട് ആ കാമം കർമ്മം എന്നിവയാൽ ആരബ്ധമായതാണെന്ന് അതിനെ ധരിച്ചിട്ട് അറിവുള്ള ആത്മജ്ഞൻ ഈ ശരീരത്തിൽ ഒരിക്കലും ആസക്തനാവുന്നില്ല. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. അതോ മായയോൽപ്പന്നേ ശരീരേ അല്ല അതിന് ദേവമായ മുഹ്യന്തി ദീർഘയാ വൃദ്ധസേവയാ ശ്രമയേവജ. അതോ അതുകൊണ്ട് മായോൽപ്പന്നേ മായയിൽ നിന്നും ഉൽപ്പന്നമായിരിക്കുന്ന ശരീരം കൊണ്ടുണ്ടാകുന്ന ഗൃഹേ പുത്രേ ദ്രവിണേ ഗൃഹം പുത്രൻ ദ്രവിണം ദ്രവ്യം വസ്തുക്കൾ വാ ഇവയിലൊന്നും ബുദ്ധിമാന്മാരായിരിക്കുന്ന കോ മമതാം കുര്യൽ ആരാണ് ഇതിലൊക്കെ മമത വയ്ക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അഞ്ചും ആറും ഇതിൻ്റെ അർത്ഥമായിട്ട് വരും. ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടിയായിട്ട് വരും. ഇതിലിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ജ്ഞാനിയായിരിക്കുന്ന പുരുഷന്മാർ ഈ ശരീരത്തെ അവിദ്യാവാസന അതുപോലുള്ള കർമ്മങ്ങളുടെ പ്രതിരൂപം എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിൽ ആസക്തരാവുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇത് പുരുഷ യതി മുഹ്യന്തി ത്വാദൃശ ദേവമായ ശ്രമയേവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അതः കായമിമം വിദ്വാൻ അവിദ്യാകാമകർമ്മഭി ആരബ്ധ ഇതി നൈവാസ്മിൻ പ്രതിബുദ്ധോനുഷജ്ജതേ എന്ന് പറഞ്ഞു.
ഇനി ഒന്നും കൂടി അടുത്ത 6ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടതുകൊണ്ട് അങ്ങനെ അതിൽ ആ ശരീരത്തിലുള്ള കർമ്മങ്ങളിൽ ആസക്തരല്ലാത്തവർ അസംസക്ത ശരീരേസ്മിൻ നമുനോൽപാദിതേ ഗൃഹേ. അങ്ങനെ അസക്തന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ശരീരത്തിൽ നിന്നും ഉൽപാദിതം ആവണ ഈ ഗൃഹം അപത്യേ ദ്രവിണേ, ഗൃഹം പുത്രന്മാർ, ദ്രവിണം ദ്രവ്യം, വസ്തുക്കൾ, സമ്പാദിക്കുന്ന വസ്തുക്കൾ, ഇവയിലൊന്നും ബുദ്ധിമാന്മാരായിട്ടുള്ളവരെ വാപി കഹ കുര്യാൻ മമതാം, ആരാണ് ഇതിലൊക്കെ മമത വയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 6ാമത്തെ ശ്ലോകം അസംസക്ത ശരീരേസ്മിൻ അമുനോൽപാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാപി ക കുര്യാൻ മമതാം ബുധ. തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതോ മായോത്പന്നേ ശരീരേ, ആ മായോത്പന്നമായ ശരീരമുള്ള ശരീരം ആണെന്ന് അറിഞ്ഞിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഗൃഹേ പുത്രേ ദ്രവിണേ, ഗൃഹം പുത്രൻ ദ്രവിണം ദ്രവ്യങ്ങൾ, ഇവയിൽ വാ കുതഃ ബുധ കോ മമതാം കുര്യാൻ, ഏത് ബുദ്ധിമാന്മാരാണ് അതിൽ മമത വയ്ക്കുക എന്നുള്ളതാണ്. അതാണ് അസംസക്ത. അപ്പോൾ നമുക്ക് നോക്കാത്ത പദങ്ങൾ അസ്മിൻ ശരീരേ, ഈ ശരീരത്തിൽ അസംസക്ത ആസക്തനല്ലാത്ത, ആസക്തനല്ലാത്ത ബുധ കബുധ ഏതു വിവേകിയാണ്, അമുന ഇതിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട തേ ഉണ്ടാക്കപ്പെട്ട ഗൃഹേ ഗൃഹം അപത്യേ പുത്രൻ ദ്രവിണേ അപിവ സമ്പത്ത് ഇവകളിൽ മമതയെ കുര്യാ ചെയ്യുക, മമതയെ വയ്ക്കുക. ഒന്നും കൂടി പറയാം. അസ്മിൻ ശരീരേ ഈ ശരീരത്തിൽ അസംസക്ത ആസക്തനല്ലാത്ത ബുധ ഏതു വിവേകിയാണ്, അമുന ഇതിനാൽ ഉൽപ്പാദിതേ ഉണ്ടാക്കപ്പെട്ട ഗൃഹേ ഗൃഹം അപത്യേ പുത്രൻ ദ്രവിണേ അപി വാ സമ്പത്ത് ഇവകളിൽ മമതയെ കുര്യാൽ ചെയ്യുക. അപ്പോഴത്തെ അന്വയം അസ്മിൻ ശരീരേ അസംസക്ത കഹ ബുധ അമുന ഉൽപ്പാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ അപിവ മമതാം കുര്യാത് എന്നുള്ളതാണ് ചോദിക്കുക. അസ്മിൻ ശരീരേ അസംസക്ത കഹ ബുധ അമുന ഉൽപ്പാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാ മമതാം കുര്യാത്. ഈ ശരീരത്തിൽ ആസക്തനല്ലാത്ത ഏത് വിവേകിയാണ് ഇതിനാൽ ഉൽപ്പാദിക്കപ്പെട്ട ആ ഗൃഹം പുത്രൻ സമ്പത്ത് തുടങ്ങിയവയിൽ മമത ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിലെ ആസക്തി, അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ എന്താണ്, ജ്ഞാനം സമ്പാദിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടാവുക. ഈ മായയിൽ മോഹിതരായിരിക്കുന്ന ജ്ഞാനവൃദ്ധന്മാർ ആയിരിക്കുന്ന അങ്ങയെപ്പോലുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ ആ മായയിൽ മോഹിച്ചിട്ട് ജ്ഞാനവൃദ്ധന്മാരെ സേവിച്ചത് കൊണ്ടുള്ള ഒരു ക്ലേശത്തെ മാത്രം സമ്പാദിക്കണം, ജ്ഞാനത്തെ അവിടെ സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് ഉണ്ടാവേണ്ടത് ജ്ഞാനമാണ്, ജ്ഞാനത്തെ അവർ സമ്പാദിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. അപ്പം തന്നിമിത്തം ആ ജ്ഞാനത്താലുണ്ടാവുന്ന കാമം, അതിനു വേണ്ടിയിട്ടുള്ള കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ ആരംഭിച്ചതാണ് ഈ ശരീരം എന്നവർ അറിയണു. അങ്ങനെ അറിയുന്ന ഈ ജ്ഞാനി ഒരിക്കലും ഈ ഭൗതിക വസ്തുക്കളിൽ ആസക്തനാവുന്നില്ല. അങ്ങനെ ശരീരത്തിൽ ആസക്തിയില്ലാത്തവരായിരിക്കുന്ന ജ്ഞാനി തജ്ജന്യങ്ങളായിരിക്കുന്ന ഗൃഹം, സന്താനം, ദ്രവ്യം ഇത്യാദികളിൽ എങ്ങനെ സക്തനാകും എന്നുള്ളതാണ് ആ ശ്ലോകത്തിലത്തെ ചോദ്യം അവിടെ വരുന്നത്. അപ്പോൾ ജ്ഞാനി പുരുഷന്മാർ ഈ ശരീരത്തെ അവിദ്യാവാസന അതുപോലെ കാമകർമ്മങ്ങളുടെ പ്രതിരൂപം എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിൽ ആസക്തരാവുകയില്ല എന്നുള്ളത്. ഇപ്രകാരം ആർക്കാണോ ഈ ശരീരത്തിൽ ആസക്തിയില്ലാത്തത് അങ്ങനെ ഉള്ള വിവേകികളായ പുരുഷന്മാർക്ക് ഈ ശരീരത്തിൽ നിന്നും ഉൽപ്പന്നമായിരിക്കുന്ന വീട്, പുത്രൻ, ധനം ആദികളിൽ എപ്രകാരം മമത പുലർത്താനാവും? അതാണ്. ആകയാൽ ഈ ശരീരത്തെ അസ്വരൂപജ്ഞാനം നിമിത്തമായിട്ട് കാമം, കർമ്മം എന്നിവയാൽ ആരബ്ധമായതെന്ന് ധരിച്ച് അറിവുള്ള ആത്മജ്ഞൻ ഈ ശരീരത്തിൽ
ഒരിക്കലും ആസക്തരാകുന്നില്ല. എങ്കിലും പുത്രാദിമമതയാലും മറ്റും ആസക്തി സംഭവിക്കും എന്നാണെങ്കിൽ വിവേകികളായിട്ടുള്ള പുരുഷന്മാർ ഈ ശരീരത്തിൽ നിന്നും ഉൽപ്പന്നം ആകുന്ന വീട്, പുരുഷൻ, ധനം ആദിയിൽ മമത പുലർത്തുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. ഈ ശരീരത്തിൽ ആസക്തനല്ലാത്ത ഏതെങ്കിലും വിവേകി ഇതിനെ നിമിത്തമാക്കിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഈ ഗൃഹത്തിലോ പുത്രനിലോ സമ്പത്തിലോ മമതാബുദ്ധിയെ ചെയ്തെന്ന് വരില്ല. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 7ാമത്തെ ശ്ലോകം. ഏകഃ ശുദ്ധഃ സ്വയം ജ്യോതിർനിർഗുണോऽസൗ ഗുണാശ്രയഃ സർവഗോനാവൃതസാക്ഷി നിരാത്മാത്മാത്മനഃ പരഃ. ഏകഃ ശുദ്ധഃ സ്വയം ജ്യോതിർനിർഗുണോऽസൗ ഗുണാശ്രയഃ സർവഗോനാവൃതസാക്ഷി നിരാത്മാത്മാത്മനഃ പരഃ. അസൗ ആത്മാ, ഈ ആത്മാവ്. അതുകൊണ്ട് ഈ ആത്മാവ് ഏകനും ശുദ്ധനും സ്വയം പ്രകാശകനും ഗുണനിർമുക്തകനും ഗുണാശ്രയഭൂതനും സർവവ്യാപകനും മറവില്ലാത്തവനും സർവസാക്ഷിയും അന്യാശ്രയമില്ലാത്തവനും ശരീരത്തിൽ നിന്നും വ്യത്യസ്തനും ആണ്. ഒന്നുകൂടി പറയാം. അതുകൊണ്ട് ഈ ആത്മാവ് ഏകനും ശുദ്ധനും സ്വയം പ്രകാശകനും ഗുണനിർമുക്തനും ഗുണാശ്രയഭൂതനും സർവവ്യാപകനും മറവില്ലാത്തവനും സർവസാക്ഷിയും അന്യാശ്രയമില്ലാത്തവനും ശരീരത്തിൽ നിന്നും വ്യത്യസ്തനും ആണ്. അപ്പോൾ അതിലത്തെ പദങ്ങൾ അസൗ ആത്മാ, ഈ ആത്മാവ്, ഏകഃ ഏകനും, ശുദ്ധഃ ശുദ്ധനും, സ്വയം ജ്യോതിഃ സ്വയം പ്രകാശകനും, നിർഗുണഃ ഗുണനിർമുക്തനും, ഗുണാശ്രയഃ ഗുണാശ്രയഭൂതനും, സർവഗഃ സർവവ്യാപകനും, അനാവൃതഃ മറവില്ലാത്തവനും, സാക്ഷി സർവസാക്ഷിയും, നിരാത്മാ അന്യാശ്രയമില്ലാത്തവനും, ആത്മനഃ ശരീരത്തിൽ നിന്നും പരം വ്യത്യസ്തനും ആണ്. ഒന്നുകൂടി പറയാം. അസൗ ആത്മാ, ഈ ആത്മാവ്, ഏകഃ ഏകനും, ശുദ്ധഃ ശുദ്ധനും, സ്വയം ജ്യോതിഃ സ്വയം പ്രകാശകനും, നിർഗുണഃ ഗുണനിർമുക്തനും, ഗുണാശ്രയഃ ഗുണാശ്രയഭൂതനും, സർവഗഃ സർവവ്യാപകനും, അനാവൃതഃ മറവില്ലാത്തവനും, അനാവൃതഃ മീൻസ് മറവില്ലാത്തവനും, സാക്ഷി സർവസാക്ഷിയും, നിരാത്മാ അന്യാശ്രയമില്ലാത്തവനും, ആത്മനഃ ശരീരത്തിൽ നിന്നും പരഃ വ്യത്യസ്തനുമാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അസൗ ആത്മാ ഏകഃ ശുദ്ധഃ സ്വയം ജ്യോതിഃ നിർഗുണഃ ഗുണാശ്രയഃ സർവഗഃ അനാവൃതഃ സാക്ഷി നിരാത്മാ ആത്മാനഃ പരഃ. എന്നുകൂടി പറയാം. അസൗ ആത്മാ ഏകഃ ശുദ്ധഃ സ്വയം ജ്യോതിഃ നിർഗുണഃ ഗുണാശ്രയഃ സർവഗഃ അനാവൃതഃ സാക്ഷി നിരാത്മാ ആത്മനഃ പരഃ. ഈ ആത്മാവ് ഏകനും ശുദ്ധനും സ്വയം പ്രകാശകനും ഗുണനിർമുക്തനും ഗുണാശ്രയഭൂതനും സർവവ്യാപകനും മറവില്ലാത്തവനും സർവസാക്ഷിയും അന്യാശ്രയമില്ലാത്തവനും ശരീരത്തിൽ നിന്നും വ്യത്യസ്തനും ആകുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ആത്മാവ് ഏകനാണ്, നിർമ്മലനാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്, നിർഗുണനാണ്, സർവഗുണങ്ങൾക്കും ആശ്രയമായിരിക്കുന്നതാണ്, സർവവ്യാപിയുമാണ്, മറവില്ലാത്തവനാണ്, സാക്ഷിത്വേന വർത്തിക്കുന്നവനാണ്, ആരെയും ആശ്രയിക്കാത്തതാണ്, ദേഹത്തിൽ നിന്നും അന്യവുമാണ്. അപ്പോൾ ഈ ആത്മാവ് ഏകവും ശുദ്ധവും സ്വയം പ്രകാശവും നിർഗുണവും ഗുണങ്ങളുടെ ആശ്രയസ്ഥാനവും സർവവ്യാപകനും ആവരണശൂന്യനും എല്ലാവരുടെ സാക്ഷിയും അന്യാത്മാരഹിതനും അതുകൊണ്ട് ശരീരത്തിൽ നിന്നും ഭിന്നവുമാകുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരാദിനെ ഏത് പുരുഷനാണോ അപ്രകാരത്തിലുള്ള കാമനകൾ വയ്ക്കാതെ സ്വന്തം വർണ്ണാശ്രമത്തിൻ്റെ ധർമ്മോദ്ധാരത്തിനായി നിത്യം പ്രതി ശ്രദ്ധാപൂർവകം എൻ്റെ ആരാധന ചെയ്യുന്നത് അവരുടെ ചിത്തം അത് അടുത്ത ശ്ലോകം ഈ
ഈ ആത്മാവ് നിർവികാരനായി ഒരു നിലയിൽ ഒന്നു തന്നെയായി നിലകൊള്ളുന്നു. നിത്യവിശുദ്ധനാവുന്നു, ഗുണനിർമുക്തനാവുന്നു, ഗുണങ്ങൾക്ക് ആശ്രയഭൂതനും ആകുന്നു, സർവവ്യാപ്തനും ആവരണമില്ലാത്തതും സർവസാക്ഷിയും ആകുന്നു. ഇക്കാരണത്താൽ ആത്മത്വേന പ്രതീതമായിരിക്കുന്ന ശരീരത്തിൽ നിന്നും തികച്ചും ഭിന്നമാവുന്നു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. ആത്മാത്വേക, അതുകൊണ്ട് ആത്മാവ് ഏകനാണ്, ശുദ്ധനാണ്. തം സ്വസ്മിൻ സ്ഥിതം പുരുഷം, തന്നിൽ തന്നെ ഇരിക്കുന്ന ആ പുരുഷൻ, യോ വേദ, അത് നിർഗുണൻ, ദേഹസ്ഥോപി, ദേഹം ഉണ്ടെങ്കിൽ കൂടി തദ്ഗുണൈർന്ന ലിപ്യതേ, ആ ഗുണങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനാകുന്നു. നൈവാസ്മിൻ അതः കാര്യമിമം വിദ്വാൻ അവിദ്യാകാമകർമ്മഭി, അതുകൊണ്ട് കായമിമം, ഈ കായത്തെ വിദ്വാൻ അവിദ്യാകാമകർമ്മഭി, അവിദ്യാകാമകർമ്മങ്ങളിൽ നിന്നും ഉൽപ്പന്നം ധരിച്ചിട്ട് ആരബ്ധ ഇതി മതാംബുധ, ബുദ്ധിമാന്മാർ അതിനെ അങ്ങനെ ധരിക്കണമെന്നിട്ട് അങ്ങനെ. അപ്പോൾ ഏകഃ ശുദ്ധ, ഈ ആത്മാവ് ഏകനും ശുദ്ധനുമാണ്. സ്വയം ജ്യോതി, സ്വയം പ്രകാശിക്കുന്നതാണ്. നിർഗുണോസൗ, നിർഗുണമാണ്. ഗുണാശ്രയ, ഗുണങ്ങളെ ആശ്രയിക്കുന്നതാണ്. സർവഗോ, സർവവ്യാപകനാണ്. അനാവൃത, മറവില്ലാത്തവനാണ്. സാക്ഷി, സാക്ഷിയാണ്. നിരാത്മാത്മാൻ, ആത്മാവിൽ നിന്നും ഭിന്നമായിരിക്കുന്ന പരഹ, പരമമായിരിക്കുന്ന പരമാത്മാവാണ് എന്നുള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. അസംസക്തഃ ശരീരസ്മിൻ അമുനോൽപാദിതേ ഗൃഹേ, ആ അസംസക്തരായിരിക്കുന്ന, ആസക്തിയില്ല, ശരീരത്തിൽ ആസക്തി ഇല്ലാത്ത ആൾക്കാർ, ശരീരസ്മിൻ അമുനോൽപാദിതേ, ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്നതായിരിക്കുന്ന ഗൃഹേ അപത്യേ ദ്രവിണേ, ആ ഗൃഹം, പുത്രൻ, ദ്രവിണം, ദ്രവ്യങ്ങൾ, ഇവയിലൊന്നും കുര്യാൻ മമതാംബുധ, ബുദ്ധിമാന്മാരായിരിക്കുന്ന ആൾക്കാർ ആരാണ് മമത വയ്ക്കുന്നത്? അതുകൊണ്ട് ആ ആത്മാവ് ഏകഃ ശുദ്ധ, ആത്മാവ് ഏകനും ശുദ്ധനും, സ്വയം ജ്യോതി, സ്വയം പ്രകാശിതനും, നിർഗുണോസൗ, നിർഗുണനും, ഗുണാശ്രയ, ഗുണത്തെ ആശ്രയിക്കുന്നവനും, സർവഗോ, എല്ലാറ്റിലും വ്യാപകനും, അനാവൃത, എല്ലാറ്റിലും മറവില്ലാത്തവനും, സാക്ഷി, നിരാത്മാത്മാനഃ പര, ആത്മാവിൽ നിന്നുമൊക്കെ ഭിന്നമായിരിക്കുന്ന, ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന, ആത്മത്വേന പ്രതീതമായിരിക്കുന്ന വസ്തുവാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.